സിജോയും സായും മൊത്തം ഗെയിം പ്ലാനുകളാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഇന്ന് രാത്രിയും സിജോയും സായും ഇരുന്നുകൊണ്ട് ലൈവിലിരുന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. മൊത്തം പ്ലാനിങ് ആണ്. നെക്സ്റ്റ് വീക്ക് ആരെ ക്യാപ്റ്റൻ ആക്കണം എന്നുള്ളതാണ് അവിടെ പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സായിയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ എന്തായാലും നെക്സ്റ്റ് വീക്ക് ക്യാപ്റ്റൻ ആവണ്ട, ആയി കഴിഞ്ഞാൽ ശരണ്യരെ പോലെ ആയി പോവും. 2 ആഴ്ച ഇപ്പൊ നീ ഓൾറെഡി നോമിനേഷനിൽ വന്നിട്ടില്ല, അടുത്ത ആഴ്ച കൂടി നോമിനേഷനിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് സായി നീ ആവണ്ട എന്ന് പറയുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അർജുനെ നിർത്താം, അർജുൻ ഒരു അടി കൊടുക്കാം എന്നുള്ള രീതിയിലാണ് സിജോ പറയുന്നത്. അതുപോലെ ജാസ്മിനും കൊടുക്കാം, വേണമെന്നുണ്ടെങ്കിൽ അപ്സരയ്ക്കും കൊടുക്കാം. എന്തായാലും അടുത്ത ആഴ്ച ഇവരിൽ ആരെങ്കിലും ഒരാൾ ക്യാപ്റ്റൻ ആവട്ടെ എന്നുള്ളതാണ് അവിടെ സിജോയുടെ നിലപാട്. അപ്പൊ സായി പറയുന്നുണ്ട്, ഓക്കെ ശരിയാണ്, അവരാരെങ്കിലും ആവട്ടെ, പിന്നത്തെ ആഴ്ച വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിൽക്കാം, നീ നിൽക്കാം, ജിൻഡോയ്ക്ക് നിൽക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ സായി പറഞ്ഞു, ഇല്ല വേണ്ട, ഇനി എനിക്ക് നോമിനേഷനിൽ എല്ലാ നോമിനേഷനിലും വരണം, എനിക്ക് ക്യാപ്റ്റൻ ആവാനായിട്ട് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് സായി. ഇനി വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല ക്യാപ്റ്റൻ ആയിട്ട്, ജിൻഡോനെ വേണമെങ്കിൽ ആക്കിക്കോളൂ, നീ നിന്നോളൂ എന്ന് പറയുന്നുണ്ട് സായി. അവിടെ അവരെല്ലാവരും ഗംഭീര പ്ലാനിങ്ങിലാണ്. ഇനി ഇവിടുന്ന് എങ്ങോട്ട് എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള പ്ലാനിങ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരാഴ്ച ആര് ക്യാപ്റ്റൻ ആവണം എന്നുള്ളതാണ് ഗംഭീര പ്ലാനിങ്. അതിൽ നിന്ന് ക്യാപ്റ്റൻ ആവുന്ന ആള് സേവ് ആവും എന്നറിയാവുന്നത് കൊണ്ട് അവിടെ പുറത്ത് സേവ് ആവുന്ന ആള് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ആളാവണം, പുറത്ത് നിൽക്കുന്നവർ വീക്കായിട്ടുള്ളവർ ആകണം, എന്നാൽ മാത്രമേ അവർ പുറത്തേക്ക് പോകുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഗെയിം പ്ലാനുകളാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നെക്സ്റ്റ് വീക്കിലെ ക്യാപ്റ്റൻ ആവാൻ താല്പര്യമുണ്ടോ എന്ന് അർജുനോട് അവിടെ സിജോ പകല് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അർജുൻ പറഞ്ഞു, എനിക്ക് ക്യാപ്റ്റൻ ആവാൻ താല്പര്യമുണ്ട്, ഫസ്റ്റ് വീക്കിലെ എന്റെ പോരായ്മകളൊന്ന് നികത്തി നല്ലൊരു ക്യാപ്റ്റൻ ആണെന്ന് ഒന്ന് എനിക്ക് പറയിപ്പിക്കണമെന്ന് അർജുനും പറഞ്ഞിരുന്നു. എന്തായാലും നെക്സ്റ്റ് വീക്കിലെ അർജുനെ ക്യാപ്റ്റൻ ആക്കാനുള്ളതാണ് തീരുമാനം. പക്ഷെ ഗെയിമൊക്കെ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് എങ്ങനെയാവും അറിയില്ല. പിന്നെ നെക്സ്റ്റ് വീക്ക് ക്യാപ്റ്റൻസി എന്താവും പരിപാടി എന്ന് നമുക്ക് ഊഹല്യാത്ത കാര്യമാണ്. എന്തായാലും അപ്സര, ജാസ്മിൻ, അർജുൻ എന്നിവരെ നിർത്താനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്.